ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നാളെ കല്ലൂസിൻ്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഇന്ന് കല്ലൂസിൻ്റെ ഡാൻസിൻ്റെ ലാസ്റ്റ് റിഹേഴ്സലായിരുന്നു. അപ്പോൾ നാളെ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ നാലാം ഉത്സവത്തോടനുബന്ധിച്ച് കല്ലൂസിൻ്റെയൊക്കെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ കല്ലൂസിന് രാവിലെ തന്നെ ഞാൻ കൊണ്ടുവന്ന് ഡാൻസ് പ്രോഗ്രാമിൻ്റെ റിഹേഴ്സലിന് വിട്ടായിരുന്നു. ഇപ്പോൾ വിളിക്കാൻ വന്നതാണ്. അപ്പോൾ കല്ലൂസിന് നാളത്തേക്കുള്ള ഡ്രസ്സ് എല്ലാം ടീച്ചറിന് കൊടുത്തു വിട്ടു. നാളെ വണ്ണമൊക്കെ അടിച്ചുകൊണ്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വരുന്ന വഴിക്ക് അമ്പലത്തിൽ ഇപ്പോൾ ഉത്സവം നടക്കുകയില്ല, ഇന്ന് മൂന്നാം ഉത്സവമാണ്. അപ്പോൾ വിചാരിച്ചു അന്നദാനവും കൂടി ഉണ്ടാകുന്ന, അവിടെ അന്നദാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 ദിവസം അന്നദാനം ഉണ്ട്. അപ്പോൾ കല്ലൂസ് ഞാനും കൂടി വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ ആളൊക്കെ കുറവുണ്ടായിരുന്നു. അങ്ങനെ അന്നദാനവും കൂടി കഴിക്കാനായിട്ട് കയറി. എല്ലാ വർഷവും നമ്മളിവിടെ അന്നദാനം കഴിക്കാൻ വരാറുണ്ട്. 1-2 വട്ടമെങ്കിലും, കുറഞ്ഞതൊരു 3 വട്ടമെങ്കിലും അന്നദാനം കഴിക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത്തവണയും ഇതിപ്പോൾ 2ാമത്തെ അന്നദാനം കഴിക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്നലെയും കല്ലൂസിനെ ഡാൻസിന് കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ അന്നദാനം കഴിച്ചു. സാധാരണ ഇവിടെ ഭയങ്കര ആളാണ്. അപ്പോൾ നമ്മൾ വന്നത് കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ട് ആളൊക്കെ കുറവാണ്. അല്ലാതെ ഒരു രക്ഷയില്ല. കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ടേ നമുക്ക് അന്നദാനം കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ചൂടൊക്കെ കൂടുതലായതുകൊണ്ടും ആൾ കുറച്ചൊന്ന് കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഭയങ്കര വെയിലൊക്കെ അല്ലേ, കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് നിൽക്കാൻ ഭയങ്കര പാടായിരിക്കും. നിൽക്കുന്നിടത്ത് തണലൊക്കെ നല്ല രീതിക്ക് ഉണ്ടെങ്കിലും മുതിർന്നവർക്കും പ്രായമായവർക്കൊക്കെ ഒരു ഭയങ്കര ക്ഷീണം തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഭാഗത്താണ് നമുക്ക് സാധാരണ ചോറ് ഇരുന്ന് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലേറ്റിലാണ് തരുന്നത്. ഇത് ദേവസ്വം ഓഡിറ്റോറിയമാണ്, ഇവിടെ ഇരുത്തിയാണ് എല്ലാവർക്കും അന്നദാനം കൊടുക്കാറ്. അപ്പോൾ കല്ലൂസിനും ഭയങ്കര ഇഷ്ടമാണ് അന്നദാന സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കല്ലൂസ് ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് നിൽക്കുകയാണ്. ശിവകുട്ടന് ഞാൻ അന്നദാനത്തിന് കൊണ്ടുവന്നിട്ടില്ല. ഉച്ച സമയത്ത് ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് ശിവകുട്ടന് ഞാനങ്ങനെ വെളിയിലൊന്നും അധികം ഉച്ച സമയത്തൊന്നും കൊണ്ടുപോവാറില്ല. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് ചുറ്റിനും അന്നദാനം കഴിക്കാനായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് അരിപ്പായസമാണ്, അതുപോലെ തന്നെ അവിയലുണ്ട്, അതുപോലെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി, നമ്മുടെ മാങ്ങ അച്ചാർ, തോരൻ, മുട്ടക്കോസ് തോരനാണ്, പിന്നെ സാമ്പാർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സദ്യ അടിപൊളിയാണ്. അപ്പോൾ എന്നും ഇതേപോലെ വെറൈറ്റി കറികളായിരിക്കും. ഇന്നലെ വേറെ കറികളായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അന്നദാനമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെയാണ് കൈ കഴുകുന്നത്. ഇനി കൈയൊക്കെ കഴുകി തീർന്നു. ഇനി കുറച്ച് പറമ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങി കാണണം. അപ്പോൾ ഞാൻ ഇന്ന് കല്ലൂസിനെ ഡാൻസിന് വിളിക്കാൻ വന്നതായതുകൊണ്ട് പൈസയൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി കല്ലൂസിന് കടകളിലൊക്കെ കയറി ഇനി എന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല. കല്ലൂസിന് എന്തൊക്കെയോ സാധനങ്ങൾ വേണമെന്നുണ്ട്. സംഭവം ഞാൻ പേഴ്സ് എടുത്തില്ലായിരുന്നു, ഫോൺ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തോന്ന് മേടിക്കാനാണെങ്കിൽ പൈസ ഇല്ല. പൈസ എടുത്താലോ സാധനമേ ഇല്ല ഇല്ലേ. ഈ ഭാഗത്ത് ചിന്തൂരി ഇരിക്കുന്ന ഉണ്ടോ, ഒരുപാട് കളറുണ്ട്. മെറൂൺ ഉണ്ട്, ചുവപ്പുണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുങ്കുമം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മോതിരം കുഞ്ഞു പൊലിസൊക്കെ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ രാത്രി ഇനി ശിവകുട്ടനെയും കണ്ട് ലൈറ്റ് കാണാൻ വരണം. ഇവിടുത്തെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അത് രാത്രി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ രാത്രിയിൽ ശിവകുട്ടനെയും കൊണ്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കുകയാണ്. ഭയങ്കര ചൂടാണ്. അപ്പോൾ ഒരു ജ്യൂസ് കൂടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ പൈസയില്ല. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് അടിപൊളി ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബായ്.